ഫുട്ബോൾ ഇതിഹാസവും അർജന്റീന നായകനുമായ ലയണൽ മെസ്സിയുടെ പിതാവും ദീർഘകാല ഏജന്റുമായിരുന്ന ജോർജ് മെസ്സി അന്തരിച്ചു. 68 വയസ്സായിരുന്നു. ദീർഘകാലമായി തുടരുന്ന വിട്ടുമാറാത്ത രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന അദ്ദേഹം അർജന്റീനയിലെ റൊസാരിയോയിലുള്ള ആശുപത്രിയിലാണ് മരണത്തിന് കീഴടങ്ങിയതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മെസ്സിയുടെ ഫുട്ബോൾ ജീവിതത്തിലും വളർച്ചയിലും തണലായി നിന്ന നിർണായക വ്യക്തിത്വത്തിന്റെ വിയോഗത്തിൽ ഫുട്ബോൾ ലോകം ആകെ തീരാ ദുഃഖത്തിലാണ്. ലോകോത്തര താരമെന്ന നിലയിലേക്കുള്ള മെസ്സിയുടെ വളർച്ചയ്ക്ക് പിന്നിലെ ഏറ്റവും വലിയ കരുത്തായിരുന്നു പിതാവ് ജോർജ് മെസ്സി. ബാല്യകാലത്ത് വളർച്ചാ ഹോർമോൺ കുറവ് മൂലം കടുത്ത പ്രയാസങ്ങൾ നേരിട്ട മെസ്സിക്ക് ന്യൂവെൽസ് ഓൾഡ് ബോയ്സ് യൂത്ത് ടീമിൽ കളിക്കുന്ന കാലത്ത് ശരിയായ ചികിത്സ ഉറപ്പാക്കാൻ മുന്നിട്ടിറങ്ങിയത് ജോർജ് ആയിരുന്നു. തുടർന്ന് കരിയർ വികസിപ്പിക്കുന്നതിനായി 13-ാം വയസ്സിൽ ബാഴ്സലോണയിലേക്ക് വണ്ടി കയറുമ്പോൾ മകനൊപ്പം സ്പെയിനിലേക്ക് കൂട്ടുപോയതും ഈ പിതാവായിരുന്നു. ഭാര്യ സെലിയ കുച്ചിറ്റിനിയും മറ്റ് മക്കളായ റോഡ്രിഗോ, മത്യാസ്, മരിയ സോൾ എന്നിവരും റൊസാരിയോയിൽ തുടർന്നപ്പോഴും മെസ്സിക്ക് പിന്തുണയുമായി ജോർജ് സ്പെയിനിൽ കൂടെ നിന്നു. മെസ്സിയുടെ മുഴുവൻ പ്രൊഫഷണൽ കരിയറിന്റെയും ഔദ്യോഗിക ഏജന്റായി പ്രവർത്തിച്ചത് ജോർജ് മെസ്സിയായിരുന്നു. ബാഴ്സലോണ, PSG, ഇന്റർ മയാമി തുടങ്ങിയ വൻകിട ക്ലബ്ബുകളുമായുള്ള കരാറുകൾക്കും മറ്റ് സാമ്പത്തിക വാണിജ്യ ഇടപാടുകൾക്കും മേൽനോട്ടം വഹിച്ചത് അദ്ദേഹമായിരുന്നു. കളിക്കളത്തിന് പുറത്തെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ച് മെസ്സിക്ക് കളിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള അന്തരീക്ഷം അദ്ദേഹം ഒരുക്കി നൽകി. ആരോഗ്യ പ്രശ്നങ്ങൾ രൂക്ഷമായതിനെ തുടർന്ന് കഴിഞ്ഞ കുറച്ചു കാലമായി അദ്ദേഹം മെഡിക്കൽ സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു. ഈ വർഷത്തെ ലോകകപ്പ് വേദിയിൽ മെസ്സിയുടെ ഭാര്യ ആന്റോണല്ല റൊക്കൂസോയും മക്കളായ തിയാഗോ, മാറ്റിയോ, സിറോ എന്നിവരും സന്നിഹിതരായിരുന്നുവെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം ജോർജ് മെസ്സിക്ക് മത്സരങ്ങൾ നേരിട്ട് കാണാൻ സാധിച്ചിരുന്നില്ല. മെസ്സിയുടെ വിജയവഴികളിലെല്ലാം തണലായി വർത്തിച്ച ജോർജ് മെസ്സിയുടെ വേർപാടിൽ വിവിധ ഫുട്ബോൾ ക്ലബ്ബുകളും പ്രമുഖ കായിക താരങ്ങളും ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഈ ലോകകപ്പിൽ അൾജീരിയക്കെതിരായ മത്സരശേഷം മെസ്സി പിതാവിനെ ഓർത്ത് കരഞ്ഞിരുന്നു. അൾജീരിയക്കെതിരായ ആദ്യ ഗോളിന് ശേഷമായിരുന്നു മെസ്സി കരഞ്ഞത്. ഹെർഹയുടെ മോശം ആരോഗ്യാവസ്ഥയായിരുന്നു ഇതിന് കാരണം. മെസ്സിയുടെ മത്സരങ്ങൾ കാണാൻ അദ്ദേഹത്തിന് സ്റ്റേഡിയത്തിൽ വരാനും സാധിച്ചിരുന്നില്ല. കുറച്ചു ദിവസങ്ങളായി വിഷമഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നും ഫുട്ബോളുമായി ബന്ധപ്പെട്ട കാര്യമല്ല ഇതിനു പിന്നിലെന്നും മെസ്സി വ്യക്തമാക്കിയിരുന്നു. എന്തായാലും കുറച്ചു നാളുകളായി തന്നെ അദ്ദേഹം കിടപ്പിലായിരുന്നു. മെസ്സിയുടെ വിജയത്തിന്റെ വഴികളിലൊക്കെ തന്നെ അദ്ദേഹത്തിന് താങ്ങും തണലുമായി നിന്നത് ജോർജ് മെസ്സിയായിരുന്നു.